ഞാൻ എന്റെ ലൈഫിനെ ബേസ് ചെയ്ത് പറയാട്ടോ, പ്രത്യേകിച്ചും എന്റെ അച്ഛനെ. കാരണം അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, അച്ഛന്റെ ഫാമിലിയില്, അച്ഛൻ റിലേറ്റീവ്സിന്റെ ഇടയിൽ ചോദിച്ചാൽ അച്ഛന് എത്രമാത്രം റെസ്പെക്ട് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അത് എനിക്കറിയില്ല എത്രമാത്രാന്നുള്ളത്. പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ നാട്ടുകാരുടെ ഇടയിൽ അച്ഛന് കിട്ടിയ റെസ്പെക്ട് എന്ന് പറയുന്നത് അത്രയും ലെവലിലായിരുന്നു, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ കേട്ടോ. അച്ഛൻ എന്ന് പറയുന്ന അച്ഛന്, ഫാദറിന് കിട്ടിയ റെസ്പെക്ട്, അച്ഛൻ പറഞ്ഞ ഒരു വ്യക്തിക്ക്, അച്ഛൻ എന്ന് പറയുന്ന ഒരു വർക്കറിന് കിട്ടിയ റെസ്പെക്ട് അത്രമാത്രമായിരുന്നു ഞാൻ എന്റെ കാഴ്ചയിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഏൺ ചെയ്താലാണ് നമുക്ക് റെസ്പെക്ട് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു റെസ്പെക്ട് ഉണ്ടാവുമെന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡിൽ, നിങ്ങൾക്ക് ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് റെസ്പെക്ട് കേട്ടോ. നിങ്ങളൊരു വ്യക്തിനെ നോക്കിക്കാണുന്ന റെസ്പെക്ട്. ചില ആൾക്കാർ നിങ്ങൾ ഏൺ ചെയ്യുന്നതിനെ മാത്രം ബേസ് ചെയ്തിട്ട്, നിങ്ങൾക്ക് പണമുണ്ട് എന്നതിനെ മാത്രം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്പെക്ട് തരുന്നുണ്ടെങ്കിൽ ആ റെസ്പെക്ട് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ പണത്തിനുള്ളതാണ്. നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കി നിങ്ങളെ റെസ്പെക്ട് ചെയ്യുമ്പോഴാണ്. ആ റെസ്പെക്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് താഴേക്ക് ഞാൻ ഇറങ്ങില്ല, അല്ലെങ്കിൽ ഇതാണ് എന്റെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഇതാണ് എന്റെ ക്യാരക്ടർ, ഇതിന് താഴേക്ക് ഞാൻ ആർക്ക് വേണ്ടി ഇറങ്ങില്ല, അല്ലെങ്കിൽ ഒരു പണം കൊണ്ടോ മറ്റതുകൊണ്ടോ മറിച്ചതുകൊണ്ടോ ഒന്നും ഞാൻ അങ്ങനെ ബിൽഡ് ചെയ്യില്ല എന്ന് വെച്ച് ഒരു സ്റ്റാൻഡിൽ നിൽക്കൂലേ, ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കൂലേ. അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. ആ റെസ്പെക്ട് ആണ് ശരിക്കും പറഞ്ഞ റെസ്പെക്ട്. അല്ലാതെ ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്തായിരിക്കും നിങ്ങൾ ഏൺ ചെയ്യുന്നത് കണ്ടിട്ട്. നിങ്ങളുടെ പണത്തിന് കൊടുക്കുന്ന റെസ്പെക്ട് ആട്ടോ. ചില ആൾക്കാരെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല, അവർ പണത്തിന് മാത്രമേ റെസ്പെക്ട് ചെയ്യുള്ളൂ, പണമുള്ളവനെ മാത്രമേ റെസ്പെക്ട് ചെയ്യുള്ളൂ.